يكفرون بشرككم ولا ينبئك مثل الخبير يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. صدق الله العظيم. السلام عليكم. السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട ടി.പി. അബ്ദുൽ മദനി സാഹിബ്, സി.പി. ഉമർ സുല്ലമി സാഹിബ്, ജമിയത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ്, 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രസംഗ പരമ്പരയുടെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. വളരെ പ്രശസ്തരായ 2 നേതാക്കന്മാരാണ് ഇന്ന് നമ്മെ അഭിമുഖീകരിക്കുന്നത്. മുജാഹിദ് പ്രവർത്തനം കേരളത്തിൽ സജീവമായി ആരംഭിച്ചതിൽ മുതൽ ആ രംഗത്ത് അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2 മാന്യ ദേഹങ്ങളാണ് ജനാബ് ടി.പി. അബ്ദുൽ മദനി സാഹിബും അതേപോലെ തന്നെ സി.പി. ഉമർ സുല്ലമി സാഹിബ്. 1970-കളിൽ അല്ലെങ്കിൽ 60-ന്റെ അവസാന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് രംഗം വളരെ കേരളത്തിൽ സജീവമായത്. 67-ല് ISM ഇത്ഹാദ് ശുബാനിൽ മുജാഹിദീൻ തുടങ്ങിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ മുജാഹിദ് പ്രവർത്തനം അല്ലെങ്കിൽ ഇസ്ലാഹി പ്രവർത്തനം കേരളത്തിൽ സജീവമായത്. ഇതിന്റെ ISM-ന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ അതിൽ വളരെയധികം സജീവമായി പ്രവർത്തിച്ച 2 ആളുകളാണ് നമുക്ക് മുമ്പിൽ നിന്ന് പ്രസംഗം നടത്തുന്നത്. അവരുടെ കൂടെ പല രംഗങ്ങളിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ആളാണ് ഞാൻ. ഈ 10-12 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഒന്ന് മാറുകയാണെങ്കിലും വീണ്ടും നമ്മൾ ഈ സംഗമത്തോടു കൂടി എന്തെങ്കിലും പല ആൾക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട്. തമ്പുരാൻ അവരെല്ലാവരുടെയും പ്രാർത്ഥനകളും ആ വഴിക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമിയത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് NV മുഹമ്മദ് സക്കരിയ സാഹിബ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പണ്ഡിതനും നമ്മളൊക്കെ സുഹൃത്തുമായ ടി.പി. അബ്ദുൽ മദനി സാഹിബാണ്. അദ്ദേഹത്തെയും ഈ സംഘത്തിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. തൗഹീദിന്റെ സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാഹി നേതാവായ സി.പി. ഉമർ സുല്ലമി സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടിയും ജമിയത്തുൽ മുജാഹിദിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കാൻ പ്രസിഡന്റിനോട് ഒന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് الذي هدانا لهذا
نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. ബഹുമാന്യരായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സാരഥികൾ, ബഹുമാന്യനായ ജനാബ് PP അബ്ദുള്ള കോയ മദനി സാഹിബ്, അതുപോലെ CP ഉമർ സുല്ലമി, ഇന്ന് ഇവിടെ നമ്മുടെ ഈ മഹല്ലിൻ്റെ ഒരു പ്രഭാഷണ പരമ്പര ബഹുമാന്യനായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതര മഹല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടുകളിൽ നിലനിൽക്കുന്ന ഒരു മഹല്ലാണ് അരീക്കോട് ജമിയത്തുൽ മുജാഹിദീന്റെ മഹല്ല്. 1944 ജനാബ് NV അബ്ദുസ്സലാം മൗലവിയാണ് ജമിയത്തുൽ മുജാഹിദീന് നേതൃത്വം നൽകിയത്. പിന്നീട് 1950 കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെടുമ്പോൾ വന്യരായ KM മൗലവി സാഹിബിന്റെ കൂടെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിയായി ജമിയത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് NV അബ്ദുസ്സലാം മൗലവി തന്നെയായിരുന്നു. ആ നിലക്ക് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഈറ്റില്ലം തുടക്കം കുറിച്ച പ്രദേശം എന്ന നിലക്ക് ഏതു സന്ദർഭത്തിലും ഇവിടെയുള്ള ഏതു പരിപാടികൾക്കും വളരെ സന്തോഷത്തോടുകൂടി മറ്റെല്ലാ പ്രതിബന്ധങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പരിപാടികളിൽ TP അബ്ദുള്ള കോയ മദനി സാഹിബും CP ഉമർ സുല്ലമി സാഹിബും സന്തോഷപൂർവം പങ്കെടുക്കാറുണ്ട്. ഈ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗതകാല ചരിത്രത്തിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച നമ്മുടെ വന്യവയോധികരാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. പുതുതലമുറക്ക് ഈ നേതാക്കൾ ചെയ്ത ത്യാഗത്തിന്റെ, പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച അതിന്റെ വലുപ്പം പുതുതലമുറക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. ഞങ്ങളെപ്പോലെയൊക്കെ ഈ പ്രായത്തിലെത്തിയ ആളുകൾക്കും ഇതിനേക്കാൾ പ്രായമുള്ള ആളുകൾക്കുമൊക്കെ TP, CP, KK, AP എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ആവേശമാണ്. ആ ആവേശം ഇന്നും കെടാതെ നിലനിൽക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. KK മുഹമ്മദ് സുല്ലമി നമ്മോട് വിട പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ AP അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കൂടെ ഞാനുണ്ടായിരുന്നു. KK കൈപിടിച്ച് അതിനുള്ള സന്തോഷം അറിയിച്ചത് ഇന്നും മറക്കാൻ സാധ്യമല്ല. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ AP അബ്ദുൽ ഖാദിർ മൗലവി തന്റെ ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. AP അബ്ദുൽ ഖാദിർ മൗലവി KKയുടെ പുറത്തങ്ങനെ ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട്
അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. കെ രോമാഞ്ചം കൊള്ളുകയാണ് ആ സന്ദർഭത്തിൽ. എന്നെ വിളിച്ചു പറഞ്ഞു, സക്കരിയ ഏപ്പിയാണ്, എനിക്ക് എന്തൊരു സന്തോഷം എന്നോട് ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അത് ആ മഹത്തുക്കൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവര് നടത്തിയ ഒരു വലിയ പ്രതിബന്ധങ്ങൾ മുഴുവൻ, അതിനെ മുഴുവൻ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ തലമുറകൾക്കും ഈ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും മുഴുവൻ വശങ്ങളിലേക്ക് നമ്മെ നയിച്ച നേതാക്കളാണിവർ. ഈ നേതൃത്വം ഇന്നും അത് അണയാതെ അവരുടെ ശ്രമങ്ങൾ തീവ്രമായി വളരെ ശക്തമായ രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യാഥാസ്ഥിതികരായ പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ വളരെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരായിക്കൊണ്ടാണ് വിദ്യാഭ്യാസ കാലം ഇവർക്ക് CP-യെ സംബന്ധിച്ചിടത്തോളവും TP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നെങ്കിലും പിന്നീട് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഇതിന്റെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഞങ്ങളൊക്കെ ചെറുപ്പപ്രായത്തിൽ TP ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ അവിടേക്ക് എന്തു സഹിച്ചുകൊണ്ടും പോകാറുണ്ടായിരുന്നു. കോഴിക്കോട് വെച്ച് സമ്മേളനത്തിൽ TP അബ്ദുള്ള കോയ മദനിയുടെ പ്രസംഗം കേൾക്കാനായിക്കൊണ്ട് കാതോർത്തു നിന്ന സന്ദർഭം ഓർക്കുകയാണ്. കൊട്ടപ്പുറം സംവാദത്തിൽ CP ഉമർ സുല്ലമി, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വളരെയധികം അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഒരു പദ്യം ചൊല്ലിയപ്പോൾ CP ഉമർ സുല്ലമി അതിന് മറുത്തൊരു പദ്യം, ഒരു ശകലം ചൊല്ലിയത് രോമാഞ്ചത്തോടു കൂടിയേ മുജാഹിദുകൾക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾക്കിടയിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ ആശയവും ആദർശവുമായിക്കൊണ്ട് പൂർവ്വതലമുറ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിനെല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ വ്യാപൃതരാകേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് തൗഹീദാണ്. തൗഹീദ് പ്രസ്ഥാനം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ. തൗഹീദ് പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ ഏകത്വം അത് അർത്ഥശങ്കക്കിടമില്ലാത്ത രീതിയിൽ ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കുക എന്ന് വ്രതമെടുത്തൊരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമുക്കറിയാം. കാരണം നമ്മളിവിടെ ഇല്ലെങ്കിൽ, മുജാഹിദുകൾ ഈ നാട്ടിലില്ലെങ്കിൽ ആളുകൾക്ക് തൗഹീദ് അറിയില്ല, തൗഹീദ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നമ്മളെപ്പോലെ മറ്റു പല ഭാഗങ്ങളും വളരെയധികം മറ്റു പല ഭാഗങ്ങളും ശ്രദ്ധിക്കുന്ന സംഘടനകൾ മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത മറ്റു മുസ്ലിം സംഘടനകളുണ്ടെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ തൗഹീദിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്നത് അവന്റെ തൗഹീദ് വിഷയത്തിലുള്ള പാളിച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൗഹീദുള്ളവർക്ക് മാത്രമേ സ്വർഗപ്രവേശനമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. തൗഹീദ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമാണ് ഏത് കാലവും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജനങ്ങളെ മുഴുവൻ സ്വർഗത്തിലേക്ക് നയിക്കാൻ നിയുക്തരായ ഒരു വിഭാഗമാണ് മുജാഹിദുകൾ, മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ തൗഹീദ് എന്ന അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ഭാഗം അത് ജനങ്ങളെ, കുട്ടികളെയും മുതിർന്നവരെയും യുവാക്കളെയും എല്ലാവരെയും എന്ത് അർത്ഥത്തിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നുവോ അതിന് വേണ്ടി രൂപീകരിച്ച, അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സംഘം, ആ സംഘം അതിന്റെ ദൗത്യം തുടരുകയാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്ന ഈ സമൂഹത്തെ രക്ഷിച്ചത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനമാണ്. അരീക്കോടിന്റെ പരിസര പ്രദേശങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി നടക്കുന്ന എത്ര ആളുകളുണ്ട് ഈ നാട്ടിൽ. ഈ ഒരു വലിയ സന്ദേശം ഇവിടെ എത്തിച്ചത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കളൊക്കെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായത്.
നമ്മുടെ ആളുകൾക്ക് ഏതൊരാൾക്കും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതി എന്താണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരെ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഊന്നൽ നൽകുന്നത് എന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല. അത് ശത്രുക്കൾക്കും സംശയമില്ല, കൂടെയുള്ള ആളുകൾക്കും സംശയമില്ല, ആർക്കും സംശയമില്ല. കാരണം നമ്മളുടെ ഐഡന്റിറ്റി നിലനിൽക്കുന്നത് അതാണ്, അള്ളാഹുവിന്റെ തൗഹീദാണ്. ഈ നാടിനെ നമുക്കറിയാം. നമുക്ക് അങ്ങാടിയിലെ പള്ളിക്ക് സ്ഥലം നൽകിയത് നമ്മുടെ മർഹൂം ബിച്ചമാക്കിയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം ആ പള്ളിക്ക് വഖഫ് ചെയ്ത അദ്ദേഹമാണെങ്കിലും അദ്ദേഹം താഴത്തങ്ങാടി പള്ളിയിൽ ബദരീങ്ങൾ ആണ്ട് കഴിക്കുന്ന കമ്മിറ്റി പെട്ട ആളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് NV അബ്ദുസ്സലാം അലിയുടെ ക്ലാസിൽ അലൈസല്ലാഹു കാഫിൻ അബ്ദഹു എന്ന ആയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു സ്ട്രൈക്ക് ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് അല്ലാഹു പോരെ എന്ന ആ ചോദ്യം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ മതിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അതിന്റെ അർത്ഥം പഠിച്ചതോടുകൂടി അദ്ദേഹം മുവഹിദായി മാറി. അദ്ദേഹത്തിന്റെ ശിർക്കൻ വിശ്വാസങ്ങൾ വിട്ടു. അന്നത്തെ താഴ്ത്തങ്ങാടിയിലെ കാളിയാരോട് അദ്ദേഹം ചെന്ന് ചോദിച്ചു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് പറഞ്ഞാൽ എന്താ കാളിയാരെ ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് അല്ലാഹു പോരെ എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ് ഇവിടുന്ന് പഠിച്ചത്, അങ്ങനെ തന്നെയാണോ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. കാളിയാർ പറഞ്ഞു അതന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണെന്ത്, വളരെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്നാ എന്റെ പേര് ആ ബദരീങ്ങൾ ആണ്ടിന് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വെട്ടിയേക്കി എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളാണ്. ആ മനുഷ്യനാണ് നമുക്ക് അങ്ങാടിയിലെ ആ വലിയ പള്ളിക്കുള്ള സ്ഥലം വഖഫ് ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്റെ ആഴം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റൂല. ആ ഒരു നെയ്യത്തിൽ, പള്ളിക്ക് വേണ്ടി എന്നുള്ള നെയ്യത്തിൽ അദ്ദേഹം അത് തന്നു. ആ പള്ളി നമുക്ക് പിന്നീട് ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിന്റെ ഒക്കെ ശ്രമഫലമായും അതുപോലെ മറ്റെല്ലാവരുടെയും ശ്രമഫലമായും അത് നമുക്കൊരു പള്ളിയൊരു യാഥാർത്ഥ്യമായി. അങ്ങനെ ഈ ആദർശത്തിന്റെ ഒരു വക്താക്കളായി നമ്മൾ മാറണം. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ഇതിലൊരു കൺഫ്യൂഷനുമില്ല, വളരെ സുതാര്യം, വളരെ കൃത്യമാണ് തൗഹീദിന്റെ വിഷയം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അത് ഏത് മുജാഹിദിനും എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. അതിലൊരു തടസ്സമുണ്ടാകാൻ പാടില്ല. അതിന് തടസ്സമില്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറിയാൽ മുജാഹിദ് പ്രസ്ഥാനം വിജയിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അതാണ്. ഈ ഒരു മഹത്തായ ഈ സന്ദേശം, അതാണ് ഈ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ സന്ദേശം, ഈ തൗഹീദ്. രണ്ടാമത്തെ ഈ മീറ്റിംഗിന്റെ ഒരു സന്ദേശം, ഈ മീറ്റിംഗിന്റെ സന്ദേശം അത് നമ്മൾക്ക് സൂചനയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അള്ളാഹുവിന്റെ പാശ മുറുകെ പിടിക്കുക, തൗഹീദ് മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. ഖുർആൻ പറയുന്നു, അതിലേക്ക് നമ്മൾ വരണം. വഇൻ കുൻതും തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ. അള്ളാഹുവിലേക്കും റസൂലിലേക്കും തർക്കങ്ങൾ മടക്കണമെന്ന് ലോകത്തെ മുജാഹിദുകളെ, കേരളക്കാരെ പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കി അവർക്കിടയിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമായി ഉണ്ടായിത്തീർന്ന അനിഷ്ടകരമായ കാര്യങ്ങളൊക്കെ തീർക്കാൻ ഈ അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും മടങ്ങുക എന്ന് ആത്മാർത്ഥമായി തീരുമാനിക്കുന്നതോടുകൂടി സാധിക്കുന്നതാണ് ഈ യോഗത്തിന്റെ സന്ദേശവും ഈ പ്രഭാഷണത്തിന്റെ സന്ദേശവും. നമ്മളുടെ ജീവനാഡിയാണ് ഈ ജമിയത്തുൽ മുജാഹിദീൻ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഈ ആശയവും ആദർശവും നിങ്ങൾ ഓരോരുത്തരും നെഞ്ചിലേറ്റി അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുവാൻ വേണ്ടി ജനാബ് TP അബ്ദുള്ള കോയ മദനി സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.
ഇശാ ജമാഅത്ത് പരിപാടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ ഈ സംഗമത്തിലെ അധ്യക്ഷൻ NV സക്കരിയ സാഹിബ്, ആദരണീയനായ CP ഉമർ സുല്ലമി, ജമിയത്തുൽ മുജാഹിദീന്റെ നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ്. ഇസ്ലാഹി പ്രബോധന രംഗത്ത് എന്നും ഓർമ്മിക്കുന്ന ഒട്ടധികം മഹാന്മാർ ജീവിച്ച ഒരു പ്രദേശം. അവരുടെ പ്രബോധന ഫലമായി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എടുത്തുദ്ധരിക്കപ്പെടുകയും ആവേശപൂർവ്വം ഓർക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം. ഇവിടെ ഈ സംഘടിപ്പിച്ച പരിപാടിയിൽ തൗഹീദിന്റെ സന്ദേശം എന്ന വിഷയത്തിലൂടെ ഏതാനും ദിവസങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുകയും ഞാൻ ആദ്യമായി എന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, വയല് പരമ്പരകൾ സംഘടിപ്പിക്കാറുണ്ട്. വളരെ ഉന്നതരായ പ്രബോധകന്മാർ വാഴ്വുകൾ അതിൽ പങ്കെടുക്കാറുണ്ട്. അന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനവും ഇതര പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ആ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ആ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യുകയാണ് പതിവ്. അതിൽ നിന്ന് നല്ലതും ചീത്തയും ജനങ്ങൾ തിരിച്ചറിയാറാണ്, മനസ്സിലാക്കാറാണ്. വളരെ സ്പഷ്ടമായിരുന്നു അത്, വളരെ വ്യക്തമായിരുന്നു അത്. ആ വിഷയങ്ങൾ തന്നെ നാം പരിശോധിച്ചാൽ അത് നമുക്ക് തിരിച്ചറിയും. അവിടേക്ക് തിരിച്ചു പോകണം എന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ഒരു 2 ദിവസമാണ് പ്രഭാഷണം ഒരു പ്രദേശത്ത് സംഘടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാന്ദർഭികമായ കാര്യങ്ങൾ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആ സന്ദർഭത്തിനനുസരിച്ച് എന്തെങ്കിലും ഉപദേശിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഒത്തുചേരുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടത് അവരുടെ മുന്നിൽ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ വിഷയം തിരഞ്ഞെടുക്കേണ്ടത് ആദ്യമായി പ്രഥമമായി തൗഹീദാണ്. ആ ഒരവസ്ഥയിലേക്ക് നാം തിരിച്ചു പോകണം. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രഭാഷണങ്ങൾ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന സൂചനയല്ല ഞാൻ പറയുന്നത്. പക്ഷേ
വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. സംഘടനയെയും പ്രസ്ഥാനത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ പറയട്ടെ, അത് വിരോധമില്ല. അത് സ്വാഭാവികമായി ഒരു സംഘടിതമായ ശക്തിയെ നിലനിർത്തുന്നതിന് വേണ്ടി, അതിന്റെ തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് വേണ്ടി, അതിലേക്ക് ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി അനിവാര്യമാകാം. പക്ഷേ പ്രബോധനത്തില് ഊന്നി നിൽക്കേണ്ട വിഷയം ഏതാണ്? അവിടെ യാദൃച്ഛികമായി വന്നെത്തിയ ഒരാൾക്ക് എന്ത് വിഷയമാണ് അയാൾക്ക് സുതാര്യമായി തിരിച്ചറിയേണ്ടത്? അത് തൗഹീദാണ്. സ്വാഭാവികമായി നമ്മുടെ മുൻഗാമികൾ വിഷയം നിർണയിച്ചേർത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. തൗഹീദും ശിർക്കുമായിരുന്നു ഒന്നാമത്തെ ദിവസം ചർച്ച ചെയ്തിരുന്നത്. അനന്തരം മുൻഗണനാക്രമത്തിൽ തന്നെ കഴിഞ്ഞ തലമുറയുടെ വയലുകളുടെ നോട്ടീസുകൾ ഓർമ്മയുള്ളവർ നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രായമായ തലമുറകളോട് ചോദിക്കുക. എന്തെങ്കിലും ആളുകളെ ആശയക്കുഴപ്പമാകുന്ന തലക്കെട്ടുകളൊന്നുമല്ല. വളരെ കേൾക്കുന്നവർക്ക്, പറയുന്നവർക്ക് എല്ലാം വ്യക്തമായ ആശയങ്ങൾ. തൗഹീദും ശിർക്കും. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? ഇതിൽ ഈ സമൂഹത്തിൽ തൗഹീദിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വസ്തുതകൾ എന്തെല്ലാമാണ്, ശിർക്ക് എന്തെല്ലാമാണ്? ഓരോ പ്രദേശത്തും ശിർക്ക് വ്യത്യസ്തമാണ്, തൗഹീദ് ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ മനുഷ്യൻ മുതൽക്ക് ലോകത്ത് തൗഹീദിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ ശിർക്ക് കാലാകാലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഇലാഹുകൾ കടന്നു വന്നിട്ടുണ്ട്. അത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അതിന് വിശദീകരിക്കേണ്ടതായും വന്നിട്ടുണ്ട്. എന്നാൽ തൗഹീദിനെ വിശദീകരിക്കേണ്ടത് അത് ഒന്ന് തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും. തൗഹീദും ശിർക്കും ഞാൻ ഇന്നും ഓർക്കുന്നു. എനിക്ക് ഹിദായത്ത് ലഭിച്ചത് ഒരു നിമിത്തമുണ്ടാകുമല്ലോ, എല്ലാറ്റിനും ഒരു സന്ദർഭമുണ്ടാകുമല്ലോ. മഹാനായ സെയ്ദ് മൗലവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം യാദൃച്ഛികമായി ഞാൻ കേട്ടതാണ്. എനിക്ക് പരിവർത്തനമുണ്ടായത്. പിന്നീട് സെയ്ദ് മൗലവിയുടെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിൽ സഞ്ചരിക്കുക, എമ്പാടും നടന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ടെന്ന് കേൾക്കുമ്പോൾ പോവുകയും അത് കേൾക്കുകയും ചെയ്യാറ്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അതിൽ നിന്ന് ഒന്നും കളയാനുണ്ടാവുകയില്ല, ഒഴിവാക്കാനുണ്ടാവുകയില്ല. തൗഹീദിനെ ഇത്ര സുതാര്യമായി വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ച ഒരു പണ്ഡിതൻ, ഞാൻ അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പരലോക പുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ ഞാൻ ഓർക്കുകയാണ്. 2 ദിവസം അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ആദ്യം അതിന് പശ്ചാത്തലമാണ്, രണ്ടാമത്തെ ദിവസമാണ് വിഷയത്തിലേക്ക് കിടക്കുക. ആ തൗഹീദിന്റെ അദ്ദേഹത്തിന്റെ അവതരണം അത് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെ മനസ്സും ചലിക്കും, ചിന്തിക്കും. രണ്ടവസ്ഥയും ഉണ്ടാവുകയുള്ളൂ. ഒന്ന്, ആ സത്യം തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുക. മറ്റൊന്ന്, ധിക്കാരപൂർവം തന്റെ വിശ്വാസത്തിന് വേണ്ടി ഈ തൗഹീദിന്റെ ആശയങ്ങളെ എതിർക്കുക. ഈ രണ്ടൊരവസ്ഥയല്ലാതെ തിരിച്ചറിവില്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. പിന്നെ രണ്ടാമത് വിഷയം തെരഞ്ഞെടുക്കും. രണ്ടാമത്തെ ദിവസം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ എല്ലാം പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സുന്നത്തും വിദഅത്തുമായിരിക്കും. നാം ഓർക്കണം, കുറേ വാചകങ്ങളെ കൊണ്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും നിലക്കുള്ള ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളല്ല ഈ വിലപിടിച്ച സമയത്ത് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനമാണ് അതിന് വഴിത്തിരിവുണ്ടാക്കിയത്. മറ്റു ബാധിരാ പ്രസംഗങ്ങൾ എന്തെങ്കിലും പറയുന്നവനും അത് സംഘടിപ്പിക്കുന്നവർക്കും പണം ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമെല്ലാം പറഞ്ഞ്, കുറെ കഥകൾ പറഞ്ഞ്, കുറെ ക്ലിസ്സകൾ പറഞ്ഞ്, ഒരായത്തും ഹദീസ് പോലും ജനങ്ങളെ പഠിപ്പിക്കാതെ ആ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നൊരവസ്ഥയിലാണ് നാം ഈ മാറ്റം വരുത്തിയത്. ആ മാറ്റത്തിൽ വിഷയങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ കാണിച്ച കണിശത വീണ്ടും ദഅവത്തിന്റെ രംഗത്തേക്ക് തിരിച്ചു വരണം.
നാം ശക്തമായി അത് കൊണ്ടുവരണം. ഇപ്പോൾ നാം ഏറെക്കുറെ നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം എന്നുള്ള നിലക്ക് നാം അങ്ങനെ തന്നെ വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സുന്നത്തും ബിദ്അത്തും, സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് അത് ജനങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് ഇന്ന് സമൂഹത്തിലുള്ള അതിന് വിരുദ്ധമായിട്ടുള്ള ബിദ്അത്തുകൾ എന്താണ്, നബിക്ക് ശേഷമുണ്ടായ അത്തരം കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം. അതും വളരെ സുതാര്യമാണ്. ആ കാര്യങ്ങൾ സുന്നത്തും വ്യക്തമാണ്, ബിദ്അത്തും വ്യക്തമാണ്. അത് സമൂഹത്തിൽ ധരിപ്പിക്കുക എന്നല്ലാതെ ആരെയും ഒരു സമ്മർദ്ദത്തിന് വിധേയമാക്കി ആശയത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ 10,000-ങ്ങൾക്ക് മാറ്റമുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നീട് ഓരോ സന്ദർഭങ്ങളിലെയും അതിന്റെ പ്രാധാന്യമനുസരിച്ച് മുഅ്ജിസത്തും കറാമത്തും, ഒരുപാട് കറാമത്തുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ശിർക്കിലേക്കുള്ള ഒരുപാട് വഴികൾ, കവാടങ്ങൾ തുറന്നിരുന്നത് കറാമത്തുകളും മുഅ്ജിസത്തുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള അവതരണമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ആ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവതരിപ്പിക്കാറുള്ളത്. ഈ മുഅ്ജിസത്ത് ഏതൊരു പ്രവാചകനിലൂടെ വരുന്നുവോ ആ പ്രവാചകനടക്കം അതിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇങ്ങനെ സാർത്ഥമായ പ്രഭാഷണങ്ങളാണ് നടന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ സാന്ദർഭികമായി മനുഷ്യനെ ബോധവൽക്കരിക്കേണ്ട സന്ദർഭം ജുമഅയുടെ ഖുത്ബയെ സംബന്ധിച്ച് വിഷയങ്ങളുണ്ടാകും. അന്ന് ഖുത്ബ പരിഭാഷ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഖുത്ബ മാതൃഭാഷയിലായിരിക്കണമെന്നുള്ള ആശയത്തിലേക്ക് വ്യക്തം പരിഭാഷ പാടുണ്ടോ പാടില്ലേ എന്ന തർക്കം ആയിരുന്നു കുറെ നിന്നിരുന്നത്. കാരണം അന്ന് പരിഭാഷപ്പെടുത്തുന്ന കുറെ പള്ളികളുണ്ടായിരുന്നു. പ്രസിദ്ധമായ മീഞ്ചന്ത പ്രമേയത്തിന്റെ മുമ്പ് സുന്നി പള്ളികളിൽ തന്നെ ധാരാളമായി നബാത്തിയ ഖുത്ബ പരിഭാഷപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ മാതൃഭാഷയിലാണത് നടത്തേണ്ടതാണ് പ്രവാചകന്റെ സുന്നത്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ജുമാ ഖുത്ബ എടുത്തിരുന്നു. അതേ പ്രകാരം നമ്മുടെ സ്ത്രീകൾ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നിഷിദ്ധമായിരുന്നു. അത് അവരുടെ നേരെ കുത്തിയിറക്കപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായി സ്ത്രീകൾക്ക് പള്ളിയുമായി എത്രമാത്രം ബന്ധപ്പെടാവുന്നതാണ്, എന്താണ് അതിന്റെ പരിമിതികൾ, ഏതെല്ലാം നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് സമൂഹത്തെ സ്ത്രീകളുടെ ജമാഅത്തിനെ സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന വിഷയമായിരുന്നു പറഞ്ഞിരുന്നത്. ഇങ്ങനെ ശരിക്കും ഒരു മുൻഗണനാക്രമത്തിൽ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നാം ചെയ്ത ത്യാഗം വളരെ വലുതാണ്. മുജാഹിദ് പ്രസ്ഥാനം, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രബോധനം ഒരിക്കലും അതിന്റെ ആവശ്യകത അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് തൗഹീദിന്റെ ആശയം അത് ഒരു മാറ്റവുമില്ലാതെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത, എന്റെ പിന്നെ പ്രവാചകന്മാർ വീണ്ടും വീണ്ടും വരേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? ഓരോ കാലഘട്ടത്തിലും അവരിൽ നിന്ന് പ്രവാചകന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്തത്. അന്ത്യപ്രവാചകന് എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയ സമൂഹത്തിന്? ഇനി പ്രവാചകൻ ഇല്ലെങ്കിലും ഈ ദൗത്യം നിങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ഹാജരുള്ളവരില്ലാത്തവർക്ക് ഈ ദൗത്യം എത്തിക്കണം. അതിന് നിങ്ങൾക്ക് അവലംബമായി സ്വീകരിക്കാനുള്ളത് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയുമാണ്. നിങ്ങൾക്ക് ഒരിക്കലും യാതൊരു വിധത്തിലുള്ള വിഷമവും നിങ്ങൾക്കുണ്ടാവുകയില്ല. എന്തഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത് എന്ന് ഉപദേശിച്ച് ആ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ നാം ഒരുപാട് ശ്രമിക്കേണ്ടി വന്നു. നമ്മുടെ മുൻഗാമികൾ ചെയ്തതും പറഞ്ഞതും അതിനെ അന്ധമായി അനുകരിക്കുക എന്ന സാധാരണ മറ്റു മതങ്ങൾക്ക് സംഭവിച്ചതുപോലെ മുജാഹിദുകൾക്കും മുസ്ലിമീങ്ങൾക്കും സംഭവിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയത് യാഥാർത്ഥ്യമായി വന്നു. ആ സന്ദർഭത്തിലാണ് ഈ തെറ്റായ വിശ്വാസത്തെ, ഈ അന്ധമായി അനുകരിക്കുന്ന സ്വഭാവത്തിനെതിരിൽ, തഖ്ലീദിലാമക്കെതിരിൽ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെയാണ്. ആ പ്രമാണങ്ങൾ എന്താണ്? കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി, ഈ പ്രവാചകൻ പറഞ്ഞതാണ്. നമ്മിൽ ഭിന്നതയുണ്ടാകുമ്പോൾ നാം അവലംബിക്കേണ്ടത് അത് രണ്ടുമാണ്. ഈ രണ്ടിനെ സംബന്ധിച്ചുള്ള ധാരണ ഇവിടെ എന്തായിരുന്നു?
സാന്ദർഭികമായി ഞാൻ ഓർമ്മിക്കട്ടെ, ഈ പ്രദേശം, ഈ ധന്യമായ അനുഗ്രഹീതമായ പ്രദേശം മഹാനായ NV അബ്ദുസ്സലാം മൗലവി റഹ്മത്തുള്ളാഹ്, ആ മഹാനായ പണ്ഡിതനെ കുറിച്ച് ഓർക്കാതെ അതിന്റെ ചരിത്രം പൂർത്തിയാവുകയില്ല. ഇവിടെ ജമിയത്തുൽ മുജാഹിദീന്റെ മാത്രമല്ല, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്ത് ഇത്രയേറെ പരിഷ്കരണവും പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയ ബഹുമുഖ വിജ്ഞാനമുള്ള ആ മഹാനായ ആ പണ്ഡിതനെ ഓർക്കാതെ നമുക്ക് സാധ്യമല്ല. NV അബ്ദുസ്സലാം മൗലവിയാണ് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വഴിത്തിരിവുണ്ടാക്കിയത്. അദ്ദേഹമാണ് ആധുനിക വിദ്യാഭ്യാസം, ഭൗതികമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന വിജ്ഞാനം, ഇസ്ലാമിന്റെ വിജ്ഞാനം, അതിനെ മൊത്തത്തിൽ കണ്ട് ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന്, സമുദ്ധരിക്കുന്നതിന് ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടും വീക്ഷണവും ഉണ്ടാകണം എന്ന നിലക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത്. കേരള നജുവത്തുൽ മുജാഹിദീന്റെ ശില്പികളിൽ ഈ സംഘടനയുടെ അതിനെ ഏറ്റവും ശക്തമായി നിലവിൽ വരുമ്പോൾ അദ്ദേഹത്തെ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ ഓർക്കണം. NV അബ്ദുസ്സലാം മൗലവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത ഈ തലമുറക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ തലമുറക്ക് ആധുനിക തലമുറക്ക് നഷ്ടപ്പെട്ടു പോയത് കഴിഞ്ഞ കാല നേതാക്കളെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ലായ്മയാണ്. അവർ എങ്ങനെയാണ് അവർ ത്യാഗങ്ങൾ വരുത്തത് എന്നതിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. എല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ രക്തസാക്ഷിത്വം പോലും വഹിക്കാൻ തയ്യാറായി നീങ്ങിയ മഹാരഥന്മാരെ സംബന്ധിച്ച് വെറുതെ പറയാനുള്ളതല്ല, അവരുടെ ജീവിതത്തെക്കുറിച്ച് നാം ഓർക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിന്റെ ശൈലി നിങ്ങൾ നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏതൊരു സന്ദർഭത്തിൽ മാനസികമായ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടുന്നുവോ അന്നേരമെല്ലാം വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം ഉദ്കുർ ഫീ കിതാബി നൂഹ്, ഉദ്കുർ ഫീ കിതാബി ഇബ്രാഹിം, ഉദ്കുർ ഫീ കിതാബി ഇസ്മാഈൽ തുടങ്ങി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓരോ പ്രവാചകരെയും എടുത്തുകൊണ്ട് ആ ചരിത്രം ഓർക്കാനും, അവരുടെ ജനനമരണ ചരിത്രമല്ല, അവർ ആദർശ രംഗത്ത് പലപരിധി അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത് നോക്കുക നിങ്ങൾ. ഖുർആനിൽ ഈ 25 പ്രവാചകന്മാരെ എടുത്തുദ്ധരിച്ചത് മുഴുവൻ അവരുടെ മക്ബറ എവിടെയാണ് എന്ന് പറയാനല്ല, അവർ ജനിച്ച തീയതി പറയാനല്ല, മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ അവർക്ക് അധികാരമുണ്ടായിരുന്നുവോ ഇല്ലേ എന്ന് പറയാനല്ല. തൗഹീദുമായ അവരുടെ പ്രബോധനം, ആ രംഗത്ത് അവർ നേരിടേണ്ടി വന്ന പരീക്ഷണം, അള്ളാഹുവിന്റെ സഹായം ആരുടെ കൂടെ ഉണ്ടായി, അള്ളാഹു ആരെ നശിപ്പിച്ചു, ലോകത്ത് സഞ്ചരിക്കാൻ നമ്മോട് പറഞ്ഞതിനാൽ ആരെല്ലാം നശിപ്പിച്ചു, ആ നാശത്തിന്റെ അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞകാല പ്രവാചകന്മാരെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നത് പോലെ അതിന്റെ തുടർച്ചയെന്നാണ് പ്രവാചകന് ശേഷം സഹാബത്തിന്റെയും പിന്നീട് താബിഈകളുടെയും താബിഈകളുടെയും എല്ലാം ചരിത്രങ്ങൾ തുടർന്ന് പിന്നീട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിലെ ഉന്നതരായ നമ്മുടെ നേതാക്കന്മാർ, അവരുടെ ചരിത്രം ഈ തലമുറക്ക് പഠിപ്പിക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ ദഅവത്തിന്റെ രംഗത്ത് അനിവാര്യമായി ഓർമ്മിക്കേണ്ട വസ്തുതയാണ് എന്ന് ഞാൻ പറയട്ടെ. ഇത് നാമെല്ലാം മറക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാതലായ ദൗത്യം അത് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ തന്നെയാണ്. അത് ആർക്കും വേണ്ടിയല്ല, നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. നാം പരലോകത്ത് രക്ഷപ്പെടാനാണ്, നമുക്ക് സ്വർഗം ലഭിക്കാനാണ്, അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. അങ്ങനെ അതിനു വേണ്ടി മാത്രം നമ്മുടെ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിങ്ങൾ നോക്കണം, ഇവിടെ ഇപ്പോൾ മത്സരമാണ് നടക്കുന്നത്. ഭൗതികമായ സുഖത്തിന്, ആസ്വാദനത്തിന്, അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, വീട് വീണ്ടും വീണ്ടും പൊളിച്ചു നന്നാക്കുന്നതിന്, ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇത് ഒരു മത്സരത്തോടുകൂടെ നടക്കുന്നു. ഒരു നിമിഷം നാം മരിച്ചു പോകുന്നു. പരലോകത്ത് സംസിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസം സംസ്കരിക്കപ്പെടാൻ, അള്ളാഹു സ്വീകരിക്കുന്ന വിശ്വാസത്തിൽ നാം മരിക്കാൻ ഒന്നും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, നമുക്കതിന് ദുആ ചെയ്യാൻ സമയമില്ല, നമുക്കതിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയും
ഉൾക്കൊള്ളാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, സൗകര്യമില്ല. ഈ ഒരവസ്ഥയിൽ നമ്മുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു മുൻഗാമികൾ നടത്തിയിരുന്നത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണം. എൻ.ഡി. അബ്ദുസ്സലാം മൗലവിയെ സംബന്ധിച്ച് ലക്ഷം തവണ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അനുസ്മരിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അദ്ദേഹത്തിന്റെ പേര് പറയാത്ത ഒരു പ്രഭാഷണം ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന് വേണ്ടി മഹഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാവുകയില്ല. അത്ര ശക്തമായിട്ടാണ് മഹാനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽക്ക് കെ.എം. മൗലവി റഹ്മത്തുള്ളാഹി തുടങ്ങി ആ മഹാന്മാരായ പണ്ഡിത ശൃംഖല ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിൽ അവരുടെ ചരിത്രവും അവരുടെ മഹത്തായ പ്രവർത്തനങ്ങളും അവരുടെ ദൗത്യവും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ എൻ.ഡി. അബ്ദുസ്സലാം മൗലവി ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അടുത്ത തലമുറക്ക് അത് മറക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ശൈലിയെ സംബന്ധിച്ച് അറിയണമെങ്കിൽ വീണ്ടും നാം അത് പഠിപ്പിക്കുക തന്നെ വേണം. ഞാൻ ഇന്നും ഓർക്കുന്നു, വിശുദ്ധ ഖുർആനെ നിങ്ങൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ഖുർആനെ ക്ലാസ്സിലാക്കി എന്ന് പരിഹരിച്ച ഇന്നും അത് പലരും പറയാറുണ്ട്. ഖുർആനെ ക്ലാസ്സിലാക്കി അവർ ഖുർആൻ ക്ലാസ്സിനെ പരിഹരിച്ചതാണ്. ഈ ഖുർആൻ ക്ലാസ് മാതൃകാപരമായി കേരളത്തിന് പരിചയപ്പെടുത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിനല്ല, കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മഹാനായ എൻ.ഡി. അബ്ദുസ്സലാം മൗലവിയാണ്. എൻ.ഡി. അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ്സാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യൻ എങ്ങോട്ട് മടങ്ങണം, ഫറുദ്ദൂഹു ഇലല്ലാഹ് എന്നുള്ളതിന്റെ വ്യാഖ്യാനമായി കിതാബുല്ലാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞ അള്ളാഹുവിന്റെ കിതാബ് അത് കെട്ടിപ്പൂട്ടി പൊതിഞ്ഞ് തുടരണമെങ്കിൽ ഒന്നെടുത്ത് നാഴിക മാറ്റിവെച്ച് വളരെ മുകളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ആ ഖുർആനെ പൊടിതട്ടിയെടുത്ത് അത് തുറന്ന് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നൊരവസ്ഥയിലേക്ക്, ജനങ്ങൾക്ക് അതിന്റെ ഉൾഖനം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘമായ കാലഘട്ടം അതിന്റെ ഇടയിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന് ഏറ്റവും ശക്തമായ തുടക്കം കുറിച്ചത് എൻ.ഡി. അബ്ദുസ്സലാം മൗലവിയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, 962 എത്ര കൊല്ലം നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ കൂട്ടണ്ട, എത്ര കൊല്ലം 962 ഞാൻ ഓർക്കുന്നു. മേപ്പയൂരിൽ കുട്ടിയായിരുന്നു ഞാൻ, വളരെ ചെറുപ്പം പഠിക്കുന്ന കാലത്താണ്. അവിടെ ഒരു രാഷ്ട്രീയ യോഗത്തിൽ, മേപ്പയൂരിൽ ഒരു യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി മഹാനായ പി അബ്ദുൽ ഗഫൂർ മൗലവി റഹ്മത്തുള്ളാഹി, അതേപ്രകാരം എൻ.ഡി. അബ്ദുസ്സലാം മൗലവി റഹ്മത്തുള്ളാഹി തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ ആ നേതാക്കളോടൊപ്പം അന്ന് കുട്ടിയായി ആവേശത്തോടുകൂടെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ അബ്ദുൽ ഗഫൂർ മൗലവി കൂട്ടിക്കൊണ്ടുപോയതാണ്. അന്നൊരു രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കാനാണ്. അത് കഴിഞ്ഞപ്പോൾ എ.വി. അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിൽ വെച്ച് അബ്ദുസ്സലാം മൗലവിയുടെ ഒരു ഖുർആൻ ക്ലാസ് എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ വലിയ അനുഭവമായിരുന്നു അത്. നേരത്തെ സെയ്ദ് മൗലവിയുടെ പ്രഭാഷണം ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ അനുഭവമായിരുന്നു അത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആയത്തുകൾ ഓതിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഈ രാഷ്ട്രീയ പൊതുയോഗം കഴിഞ്ഞതിന് ശേഷം എ.വി. അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഒത്തുചേർന്നിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഖുർആനിന്റെ വശ്യത, അത് ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കണം എന്ന് ആ കുട്ടിക്കാലത്തിന്റെ മനസ്സുണ്ട്. ആ ഖുർആൻ ക്ലാസിന്റെ തുടക്കം അത് നിരന്തരമായി എവിടെ ചെന്നാലും അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് ഉണ്ടാകും. ആ ഒരവസ്ഥ എല്ലാവരും അനുകരിക്കുകയും ഖുർആൻ ക്ലാസ് നമ്മുടെ പ്രബോധനത്തിന്റെ പ്രാഥമികമായ ഘട്ടമായി അംഗീകരിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ശാഖകളിൽ ഖുർആൻ ക്ലാസ് സജീവമായി. ഇവർക്ക് വെപ്രാളമുണ്ടായി. ഇതിന്റെ ശത്രുക്കൾ അതിനെ വളരെ പരിഹസിക്കാൻ തുടങ്ങി. ഖുർആൻ ക്ലാസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഖുർആൻ ക്ലാസുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ സമൂഹത്തിൽ ഉറച്ചു നിൽക്കാൻ അതിന് നിമിത്തമായത്. ഈ സമൂഹത്തെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്
അനാചാരങ്ങളിൽ നിന്നവരെ വീണ്ടെടുത്ത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും കൊണ്ടുവരാൻ ഖുർആന് കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ. സുന്നത്ത് സ്വീകരിക്കാൻ ഖുർആന്റെ ദൃഷ്ടാന്തങ്ങളെ അവരെ പഠിപ്പിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഖുർആനും സുന്നത്തും അതാണ് പ്രമാണങ്ങളെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ തന്നെ ദഅവത്തിന്റെ മാർഗങ്ങൾ കൊണ്ടുപോകണം. വിശുദ്ധ ഖുർആൻ എനിക്കറിയാം, ഞാൻ ഓതി പഠിക്കുന്ന കാലം കുറെ കൊല്ലങ്ങൾ ദർസിൽ ഓതി പഠിച്ചിട്ടും ഒരു തഫ്സീർ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഖുർആൻ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ വളരെ ഉയർന്ന തരത്തിൽ അന്നത്തെ ഫത്വൽ മുഈനും മിഷ്കാത്തും അതേ പ്രകാരം അതിനപ്പുറത്ത് മഹല്ലിയും കയ്യൂബിയും അതൊക്കെ പറയുന്ന കാലഘട്ടത്തിലും ഖുർആൻ ജലാലൈനി അല്ലാതെ അത് തന്നെ അതിന്റെ വാക്കർത്ഥങ്ങൾ അതിനെ ഘടിപ്പിക്കുന്ന ഗ്രാമറിന്റെ വ്യാകരണ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ജലാലൈനി അല്ലാതെ ഒന്നും ഒരാൾക്ക് പഠിക്കാൻ സാധ്യമല്ല. ആ ഖുർആന് വ്യാഖ്യാനമെന്നോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെന്ന് സുന്നത്തുകളിലൂടെ ഖുർആനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ പഠിക്കാൻ ഒരവസരം ആർക്കും ലഭിക്കുമായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ പഠന സമ്പ്രദായം. ഹദീസാവട്ടെ വളരെ ശൂന്യമായിരുന്നു അതിന്റെ പഠന വ്യവസ്ഥയിൽ. ഒരു മിഷ്കാത്തുൽ മസാബിഹ് എന്നാണ് കുറെ ഉയർന്ന മുത്തഅല്ലിമീങ്ങൾ ഓതുന്ന ഒരു ഹദീസിന്റെ ഗ്രന്ഥം. അന്ന് തന്നെ ഒട്ടധികം ദഈഫായ ഹദീസുകളും വളരെയധികം മൗദൂആയ ഹദീസുകളടക്കം ഉൾക്കൊള്ളുന്നതാണത്. അത് അദ്ദേഹം തന്നെ അതിന്റെ കുറിപ്പിൽ തന്നെ ആദ്യത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് വയലിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതാനും ഹദീസുകൾ പഠിക്കുമെന്നതിൽ കവിഞ്ഞ് മനുഷ്യ ജീവിതത്തിലെ മാർഗദർശനം നൽകുന്ന സുന്നത്തിലെ ആ അപാരമായ ഇൽമ് ഒന്നും അന്ന് ലഭിച്ചിരുന്നില്ല. പണ്ഡിതന്മാർക്കടക്കം വയലിന്റെ മുമ്പിൽ ഓതാനൊരായത്തും അതിന്റെ കൂടെ പറയാനൊരു ഹദീസും അതോടൊപ്പം ഒരു ബൈത്തും ചൊല്ലി നടത്തിയിരുന്ന വയലിന് പകരം ആയത്തുകൾ ചുരുതുരെ ഓടിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവരെ ബോധവൽക്കരിക്കുന്ന പ്രബോധനം മുജാഹിദ് പ്രസ്ഥാനമാണ് ഉണ്ടാക്കിയത്. അതിലേറ്റവും ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു അബ്ദുസ്സലാം മൗലവി. അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങൾ നോക്കൂ. ഞാൻ ചുരുക്കുകയാണ്. സിപിയുടെ പ്രഭാഷണം വരുന്നു. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇതിലേക്ക് നാം തിരിച്ചു പോകണം. നമ്മുടെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ, നാം ഈ തലമുറയെ പഠിപ്പിക്കേണ്ടതിൽ ഏതെല്ലാമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്, ഏതെല്ലാമാണ് മുൻഗണനാക്രമത്തിൽ നാം ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് നാം ബോധവാന്മാരാകണം. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിൽ ഒരു കണ്ണിയായാൽ അവന് പരലോകത്ത് മോചനം ലഭിക്കും. ഈ ഒരു ബോധമാണ് ഉണ്ടാക്കേണ്ടത്. എന്നാലാണ് ശിർക്ക്, അത് ശിർക്കാണെന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാവുകയുള്ളൂ. ശിർക്കല്ല എന്ന് ന്യായീകരണം ഒരിക്കലും ഒരാളിൽ നിന്ന് വരികയില്ല. ശിർക്കല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ശിർക്കാണ് എന്നതിനാണ് സമർത്ഥനം. ശിർക്കാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ മുന്നറിയിപ്പാണത്. അത് സംശയമുള്ള, എന്ത് തരത്തിലും അതിന് നിമിത്തമാകുന്ന, കാരണമാകുന്ന, വസീലയാകുന്ന ഒരു കാര്യവും എന്ത് ന്യായീകരണം പറഞ്ഞാലും അതിലേക്ക് അടുക്കാൻ, അതിനെ ന്യായീകരിക്കാൻ, അതിനു വേണ്ടി ജീവിതം നീക്കിവെക്കാൻ ആർക്കും ധൈര്യം വരികയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ തൗഹീദ് ഏതെല്ലാം കാലഘട്ടങ്ങളിൽ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ പരീക്ഷണത്തിന് അത് ഉൾക്കൊള്ളുന്ന മുവാഹിദുകളുടെ മനസ്സുകളിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിനുള്ള ഏത് ശ്രമങ്ങൾ ഉണ്ടായാലും വളരെ ശക്തമായി മുൻഗാമികൾ ചെയ്തതുപോലെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഇതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. മുജാഹിദുകളുടെ ദൗത്യം അതാണ്. അതിനപ്പുറമൊന്നുമില്ല. നാം മാത്രമേ, നമ്മുടെ സ്റ്റേജിൽ നിന്ന് മാത്രമാണ് ഇത് കേൾക്കുന്നത്. തൗഹീദിലേക്കുള്ള ആഹ്വാനം, ശിർക്കിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്, എത്ര സംഘടനകൾ ഇവിടെയുണ്ട്, എന്തെല്ലാം ദഅവത്തുകൾ നടക്കട്ടെ. അതൊക്കെ ആ വശത്തിൽ അതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ശിർക്ക് വരാതിരിക്കാൻ അതിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നിരന്തരമായി പ്രബോധനം ചെയ്യാൻ അതിന് നാം മാത്രമാണ് ഈ പ്രബോധന രംഗത്ത് നിലവിലുള്ളത്. അത് എന്തൊരു സാഹചര്യത്തിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. മറ്റൊരു കാര്യം, വിജ്ഞാനത്തിലൂടെ, വൈജ്ഞാനികമായ പുരോഗതിയിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് വളരാൻ സാധിക്കൂ എന്ന് ഖുർആനിലൂടെ നാം പഠിച്ചതാണ്. ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. ആ മാർഗം സ്വീകരിച്ചതാണ് അബ്ദുസ്സലാം മൗലവിക്ക് കാരണമായി അദ്ദേഹം ഉൾക്കൊണ്ട ആ കാരണത്തിലൂടെയാണ്
ഇത് വെച്ച് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് അതിന് പര്യാപ്തമായ ദർശകൾ അതിന് ആവശ്യമായിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോ പണ്ഡിതനെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇന്നത്തെ നാം ഓരോരുത്തരും നമ്മുടെ നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം. മുൻകാലത്തുണ്ടായിരുന്ന നമ്മുടെ മഹാരഥന്മാരെ പേരുകൾ നാം എണ്ണുന്നു. മഹാനായ കെ എം മൗലവി, അതേപ്രകാരം മഹാന്മാരായ ഇ കെ മൗലവി, അലവി മൗലവി, MCC അബ്ദുൽ ഇമാം മൗലവി, അതേപ്രകാരം ND അബ്ദുസ്സലാം മൗലവി, ഇങ്ങനെ ഓരോരുത്തരെ ഓർക്കുമ്പോഴും അവരോടൊപ്പം ഓരോ നാട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വന്നിരുന്നു. തൗഹീദും ശിർക്കും അവരെ പഠിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അവരുടെ ഭൗതിക ജീവിതത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള വിജ്ഞാനങ്ങൾ, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുത്ത പ്രസ്ഥാനങ്ങളായി അവർ മാറി. ഓരോരുത്തരെയും നിങ്ങൾ നോക്കൂ. ഇന്ന് അറിയപ്പെടുന്ന മുഴുവൻ സ്ഥാപനങ്ങളും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും എടുത്തു നോക്കൂ. ഈ മഹാന്മാരായ ഓരോ വ്യക്തിയുമായി, പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവർ വരുത്തിയ മാറ്റങ്ങളാണ്. കാലാകാലങ്ങളിൽ അത് നിലനിൽക്കുന്നിടത്തോളം, ആ വിജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം പരലോകത്ത് മരണശേഷവും അവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച കാര്യമാണത്. ആ നിലക്കുള്ള ഇൽമിയായ അടിത്തറയുണ്ടാക്കുകയും അടുത്ത തലമുറക്ക് അത് ലഭിക്കുന്നതിന് ആവശ്യമായ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുക എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഒരു മദ്രസയിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം എല്ലാ പ്രദേശങ്ങളിലും അവിടെ ഒരു പൂർണ്ണമായി ഏറെക്കുറെ ആ മഹല്ലിലെ ആളുകൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും വിജയിക്കാനും പറ്റാവുന്ന സ്ഥാപനങ്ങൾ വരണം. ഈ മഹാന്മാരെ നാം ഓർക്കുന്നത് അങ്ങനെയാണ്. മറ്റൊരു കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സമുദായത്തെ നാം കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? അന്ധവിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്കാണ്. അനാചാരത്തിൽ നിന്ന് യഥാർത്ഥമായ പ്രവാചക ചര്യയിലേക്കാണ്. അത് ഇനി തിരിച്ചു പോകാൻ പറ്റുകയില്ല. അന്ധവിശ്വാസങ്ങളെ ഏതൊരു സമയത്തും പുതുമയോടെ പിശാചിന്റെ മാർഗത്തിൽ നിന്ന് അവതരിപ്പിക്കുന്നു. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതേ പ്രകാരം പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികൾ പുതുതായി ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സമൂഹത്തിന്റെ മുന്നിൽ അത് എടുത്തു പറയുവാനും വേരോടെ അത് പിഴുതെറിയുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് ഈ കൈകാര്യം ചെയ്യപ്പെടുന്ന ദുർബലമായ ഹദീസുകൾ, ആ ദുർബലമായ ഹദീസുകളിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ഖുറാഫാത്ത് പടുത്തുയർത്തപ്പെട്ടിരുന്നത്. ആ ദുർബല ഹദീസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ കൈവടിഞ്ഞ്, അതിനെ കൈയൊഴിച്ച് ശരിയായ ശരിക്ക് അതിന് മാനദണ്ഡങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ മുൻഗാമികളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഹദീസുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയും അത് പഠിപ്പിക്കുകയും വേണം. ഈ ദുർബലമായ ഹദീസുകൾ ഇന്ന് പുതുതായി ആരും കണ്ടുപിടിച്ചതല്ല. അത് നേരത്തെ ഉള്ളതാണ്. നേരത്തെ 10 കിതാബിലടക്കമുള്ളതാണ്. ഇന്നിവിടെ ഓതപ്പെടുന്ന ഓരോ ദുർബലമായ ഹദീസുകളും അത് പുതുതായി ആരും കണ്ടുപിടിച്ചതല്ല. എന്നിട്ടോ പിന്നീട് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻഗാമികളായ ഓരോരുത്തരെ മഹാന്മാരെ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ വികലമാക്കാൻ ശ്രമിക്കുകയാണ്. നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ ചര്യയ്ക്ക് ശേഷം നാം അന്ധമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ നാം കേൾക്കുകയും അതിനനുസരിക്കുകയും ചെയ്യേണ്ട വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചോളണമെന്നില്ല. നാം അടിസ്ഥാനപരമായി തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ വഹിയിൽ അത് പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ മാർഗം, അതിന്റെ ശ്രേയായ അതിന്റെ മാർഗത്തിലൂടെ നമുക്ക് ലഭിച്ച പവിത്രമായ ഹദീസുകൾ, അതനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ദുർബലമായ ഹദീസും പറഞ്ഞുകൊണ്ട് തൗഹീദിലേക്കുള്ള പ്രബോധനത്തിന്റെ കാലഘട്ടം അവസാനിപ്പിക്കാൻ പാടില്ല. അതിനെ ദുർബലമാക്കാൻ ഇത് ഏത് സന്ദർഭത്തിലും പിശാച് സ്വീകരിച്ചതാണ്. ഇത് എല്ലാ കാലത്തും പുതിയ ഒരു കാര്യമല്ലത്. അതിനെയെല്ലാം കൈയൊഴിച്ച് അന്ധമായ അനുകരണമില്ല നമുക്ക്. നിങ്ങൾ ആരെ പറഞ്ഞാലും നാം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഷാഫി, അതേപ്രകാരം തന്നെ ഇമാം മാലിക് ബിൻ അനസ് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഉന്നതന്മാരായ ഇമാമുകൾ
ആ ഇമാമുകൾ അവരുടെ ഗുരുനാഥന്മാർക്കെതിരിൽ പോലും സഹിയായ ഹദീസ് ലഭിച്ചപ്പോൾ അന്ധമായി അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം ഈ ഹദീസ് അവരെ മാർഗദർശനമായി ഉൾക്കൊള്ളുകയും അത് അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. അത് അവരുടെയും ഉപദേശം അത് തന്നെയായിരുന്നു. ഹദീസ് കണ്ടാൽ, ഹദീസ് സഹിയായി കണ്ടാൽ നമ്മുടെ അഭിപ്രായം സ്വീകരിക്കരുതെന്നായിരുന്നു. അങ്ങനെയല്ലാതെ ഓരോ ആളുകളെ പറഞ്ഞ് ഇബ്നു തൈമിയയെയും അതേപ്രകാരം മരിച്ചുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഞാൻ ഇബ്നു തൈമിയയെ എടുത്തുദ്ധരിച്ചതാണ്. ഇവിടെ പല പണ്ഡിതന്മാരെയും പറഞ്ഞു. ഇമാം ഷാഫിക്ക് മനസ്സിലായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇമാം ഹനഫിക്ക് മനസ്സിലായിരുന്നില്ലേ എന്ന ദുർബലമായ ചോദ്യങ്ങൾ അത് മുമ്പും ആവർത്തിക്കപ്പെട്ടതാണ്. വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ആവർത്തിക്കപ്പെട്ടിട്ട് കാര്യമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു സന്ദർഭത്തിലും അതിന്റെ ഖുർആൻ സുന്നത്തിലും അതിന്റെ അടിസ്ഥാനമുണ്ടോ, തെളിവുണ്ടോ എന്നാണ് അവർ ആലോചിച്ചത്. ആ മാർഗമാണ് സ്വീകരിച്ചത്. അതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെങ്ങനെ ചെയ്തില്ലേ, ഇയാളെങ്ങനെ ചെയ്തില്ലേ എന്നുള്ളത് വളരെ പ്രാകൃതമായ ഒരു ചോദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇകഴ്ത്തലല്ല, അവരെ തള്ളിപ്പറയലല്ല. നമുക്ക് നമ്മുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കുമുള്ള പ്രമാണങ്ങൾ ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ രംഗത്ത് ഒരു മാതൃകാപരമായ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാ ഘടകങ്ങളും എവിടെയും സ്വീകരിക്കണം. ദഅവത്തിന്റെ രംഗത്ത് ഒരുപാട് വിഷയങ്ങളുമായി വിശദീകരണങ്ങളുമായി വരുന്നതിന് പകരം ജനങ്ങൾക്ക് തൗഹീദും ശിർക്കും മനസ്സിലാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം അതാണ്. അതാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. അത് നാം ചെയ്യണം. അതിൽ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉന്നതന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്ന മാർഗം അതാണ്. അതിലേക്ക് നാം ശക്തമായി തിരിച്ചു പോവുകയും ശിർക്ക് ഏതെങ്കിലും ഭാഗത്തിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ, അതിനെ നേരിടാൻ നാം ഒന്നായി നിൽക്കുകയും തൗഹീദി പ്രബോധന രംഗത്ത് അതാണ് മോചനത്തിന്റെ മാർഗമെന്ന വിശ്വാസത്തോടുകൂടെ ജനങ്ങളിലേക്ക് ദഅവത്ത് അതിന്റെ മുൻഗണനാക്രമത്തിൽ അതിനെ ഒതുക്കി നിർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു രംഗത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്ന ഒരു അംഗീകാരമുള്ള ജമിയത്തുൽ മുജാഹിദീൻ പ്രബോധന രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കൂടുതൽ ശക്തമായി രംഗത്ത് വരണം എന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ജനാബ് CP ഉമർ സുല്ലമി തൗഹീദിന്റെ സന്ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا به. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم